ജനങ്ങള് സാധാരണക്കാർ. നമസ്കാരം. ശശിജിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ കുടുംബസംഗമം പൂങ്കോട് നടുക്കുന്നിൽ സംഘടിപ്പിക്കുന്നു. ഈ തത്സമയത്തേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടുന്നുണ്ടോ? പാവപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പം പല ആളുകൾക്ക് 2 പെൻഷൻ കിട്ടുമായിരുന്നു. 2 പെൻഷൻ. 2 പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സാമൂഹ്യ പെൻഷൻ, 2 നമ്മൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അടച്ചിട്ട് നമുക്ക് വാർദ്ധക്യ വരുമ്പോൾ കിട്ടുന്ന പെൻഷൻ, നമുക്ക് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ. പക്ഷെ ഇന്ന് അത് ഒറ്റ പെൻഷനാണ്. കൃത്യമായി പെൻഷൻ കിട്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 1-2 ഗഡു കുടിശ്ശിക തരും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് ഇവിടെ ഒരു സർക്കാർ ഈ പഞ്ചായത്തിന്റെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരായ 2 പേരുണ്ട്. മഞ്ജു ഇവിടെ വന്നിട്ടുണ്ട്. മഞ്ജു മറിയപ്പള്ളി ഇവിടെ വന്നു. അതാ ഇവിടെ ഇരിക്കുന്ന മഞ്ജു മറിയപ്പള്ളി ലാസ്റ്റിലാണ് വന്നത്. ഉഷ ബോസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നസീം അമ്പലത്തിൽ എന്ന് പറഞ്ഞ മെമ്പറുണ്ട്. അദ്ദേഹം ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നോ? അപ്പൊ നമുക്കിപ്പോ 3 മെമ്പറുണ്ട്. നമുക്കിനി ഒരു 4 മെമ്പർ കൂടി കിട്ടിയാൽ പഞ്ചായത്ത് ഭരിക്കാം. 4 മെമ്പർ നമുക്ക് കിട്ടും. പഞ്ചായത്ത് ഭരിച്ചാൽ മാത്രമേ ഇവരെ പല കാര്യങ്ങളും നമുക്ക് പുറത്താക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ചായത്തില് ഉണ്ണി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ചായ കൊടുക്കും. അതായത് ഇവിടെ കുടുംബശ്രീയില് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അടക്കേ. കുടുംബശ്രീയിൽ നിങ്ങൾ ആരും അറിയാത്ത, കാരണം ഞാൻ നിലമേ പഞ്ചായത്തിലുള്ള ഒരാളാണ്. എനിക്ക് നിലമേ പഞ്ചായത്തിലെ ഭരണം കോൺഗ്രസ് ആയതുകൊണ്ട് അറിയാം. അവിടുത്തെ കുടുംബശ്രീ കോൺഗ്രസിന്റെ ഭരണം. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കുടുംബശ്രീ വഴിയാണ്. തൊഴിലുറപ്പില് വലിയ അഴിമതിയും ഏകാധിപത്യവും നടക്കുന്നുണ്ട്. തൊഴിലുറപ്പിൽ പഞ്ചായത്തിന്റെ ഫണ്ടില് നമ്മൾ ആരും അറിയാത്ത ഫണ്ടുകള് പഞ്ചായത്ത് ഓഫീസിനകത്ത് കടലാസിലൂടെ ഉണ്ടായി, കടലാസിലൂടെ ജനിച്ച്, കടലാസിൽ തന്നെ ഒപ്പിട്ട്, കടലാസിൽ തന്നെ കോൺട്രാക്ട് കൊടുത്ത്, കടലാസിൽ തന്നെ പൈസ മാറിയെടുക്കുന്ന പല പദ്ധതികളും, ധാരാളം പദ്ധതികളും ഈ പഞ്ചായത്തിലുണ്ട്. കാരണം ഇവിടെ പഞ്ചായത്ത് മെമ്പർമാര് 3 പേരേ ഉള്ളൂ. ഈ 3 പേരിൽ ഒരാൾ ഇപ്പം വന്നതാണ്. മറ്റുള്ള 2 പേരെയും എന്തെങ്കിലും പറഞ്ഞ് അപ്പോഴേ അടിച്ചിരുത്തും. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം ഈ കൊള്ള മുതല് പങ്കുവയ്ക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി. പണം കൊള്ള മുതല് കക്കുന്ന മുതല് പങ്കുവെക്കാൻ വേണ്ടി അവർ മത്സരമായിരിക്കും. ഒന്നിച്ചൊന്ന് അവർ പങ്കിടും. ഇവിടെ നടക്കുന്നതാണ്. അപ്പൊ ചടയമംഗലം പഞ്ചായത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകണം. പൂങ്കോട് വാർഡില് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും നല്ല ഭൂരിപക്ഷത്തോടുകൂടി അടുത്തൊരു മെമ്പർ ഉണ്ടാവണം. ഈ പഞ്ചായത്തിന് ഭരണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് പോയ ഒരു മാന്യ മഹതിയുണ്ട്. അവരുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ചിഞ്ചു റാണി എന്നാണ്. പക്ഷെ അവരിപ്പം മഹാറാണിയായിട്ടാണ് നടക്കുന്നത്. നേരത്തെ ചിഞ്ചു റാണി, കുഞ്ചു റാണി, കൊച്ചു റാണിയായി. പക്ഷെ ഇപ്പോഴ് അവര് മഹാറാണിയായിട്ട് നടക്കുക. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 4.5 കോടി രൂപ അവർ ഖജനാവിൽ നിന്ന് അവരുടെ ബംഗ്ലാവിന്, അവരുടെ ശമ്പളത്തിന്, അവരുടെ ജീവനക്കാരുടെ ശമ്പളത്തിന്, അവരുടെ ഊണടക്കമുള്ള ഭക്ഷണത്തിന് അടക്കം 4.5 കോടി, വെറും 4.5 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു മന്ത്രിയെ കൊണ്ട്? നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു MLA എന്ന് പറയുന്നത് ആളുകളോടൊപ്പം നിൽക്കേണ്ട ആളാണ്, ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ്. പക്ഷെ MLA ഇവിടെ കാണാനില്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു MP ആണ്, കോൺഗ്രസിന്റെ MP. അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പിൽ നിന്നാലും 1 ലക്ഷത്തിന് ജയിച്ച ആള്, 57,000 ജയിച്ച ആള്, പിന്നെ 1,40,000 ആയി. കഴിഞ്ഞ പ്രാവശ്യം 1.5 ലക്ഷം കൂടി. എന്താണ് ഇത്രയും വലിയ ഒരു മണ്ഡലം? കൊല്ലം ജില്ലയുടെ ഭൂരിപക്ഷം സ്ഥലങ്ങളും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MPക്ക് ജനങ്ങൾ ഇത്രയും കൂടുതൽ വോട്ടുകൾ കൊടുക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒന്നാമത്തെ നമ്മുടെ തീരുമാനം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാക്കണം, UDFന്റെ ഭരണം ഉണ്ടാക്കണം. അതിന് ചടയമംഗല നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കണം, ഭൂരിപക്ഷം കോൺഗ്രസ് ഉണ്ടാക്കണം. ഈ പഞ്ചായത്തിൽ കോൺഗ്രസ് UDF ജയിക്കണം. UDF ജയിച്ചാലേ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട പല ആളുകൾക്കും ആനുകൂല്യം കിട്ടാനുള്ളൂ. വീട് കിട്ടാനും ഉള്ള ആളുകൾ, പിന്നെ പെൻഷൻ കൃത്യമായി കിട്ടാൻ വേണ്ടി, അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി,
ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി, നല്ല രീതിയിൽ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പിലെ പല സഹോദരിമാരും ഇവിടെ വന്നിട്ടുണ്ട്. തൊഴിലുറപ്പിലുള്ള പല സഹോദരിമാരെ നമ്മളിന്ന് അവർക്ക് ഉപഹാരം കൊടുത്ത് ആദരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നതാരാണ്? ഇവിടെ കൊണ്ടുവന്നതാണ് മഹാത്മാഗാന്ധിയുടെ പേര്. മഹാത്മാഗാന്ധിയുടെ പേരിടണമെങ്കിൽ കോൺഗ്രസ് എല്ലാം ഇടൂലല്ലോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിട്ടുകൊണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സംസ്ഥാനങ്ങളിലും 100 തൊഴിൽ ദിനങ്ങൾ നിങ്ങളെ അവകാശമാണ്. അത് പഞ്ചായത്ത് തന്നാലും തന്നില്ലെങ്കിലും പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാസം അതിന്റെ പ്രതിദിനം 100, ഒരു വർഷം 100 ദിനം നിങ്ങൾക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ. അത് മൗലിക അവകാശമല്ല, അത് ഭരണഘടനാപരമായ അവകാശമാണ്. നിങ്ങൾ അങ്ങനെ അവർ പഞ്ചായത്ത് ജോലി നിശ്ചയിക്കും, ജോലിക്ക് നമ്മൾ പോകും, അത് വേറെ കാര്യം. ജോലി നിശ്ചയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് കൃത്യമായി കിട്ടും. അത് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യം ആത്മഹത്യ ചെയ്തത്. നിങ്ങളെ വീടൊക്കെ എങ്ങനെ കഴിയും? ഇപ്പൊ നിങ്ങള് പാവപ്പെട്ട ആളുകൾ ഒരു പെൻഷൻ കിട്ടുന്ന പൈസ, തൊഴിലുറപ്പിന് പോകുന്ന പൈസ, പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്കുണ്ടോ? ഒരു വരുമാനമില്ല. നിങ്ങൾ കരുതുന്നല്ല, നിങ്ങൾ മാത്രമല്ല, ഇവിടെ ആർക്കും ഒരു വരുമാനമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ പല ആളുകൾക്കും വരുമാനം ഉണ്ടെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ആർക്കും വരുമാനമില്ല. വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഇട്ട് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരെല്ലാവരും മുതലാളിമാരാണെന്ന്. ഒന്നുമല്ല. നമ്മൾ സോപ്പ് മേടിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ മുണ്ടും ഷർട്ടും അലക്കുന്നു, സാരിയൊക്കെ അലക്കുന്നു. ഇത് ചിരട്ടപ്പെട്ടി വെച്ച് മറ്റേ അയൺ ഇതും പിടിക്കൂല. കാരണം എന്താ അറിയോ? ഭയങ്കര കറണ്ട് പിടിക്കും അല്ലേ ഇവര് ജുമേലത്തെ. കാരണം ചിരട്ട വെച്ച് അയൺ ബോക്സ് ഉണ്ട്. നമ്മൾ പഴയ ചെയ്യുന്നത് പോലെയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം എന്താ പറയുക, യുവമാരുടെ മുടിഞ്ഞവന്മാര് ഈ കറണ്ട് ചാർജും വല്ലാത്ത കൂടിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു 50 മുണ്ടും ഷർട്ടും സാരിയും എല്ലാം കൂടെ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2500 രൂപ ഇലക്ട്രിസിറ്റി ബില്ലാവും. അതിനേക്കാളും നല്ലത് ഒരു 3-4 ചിരട്ട ഒപ്പിച്ച് ഒരു ചിരട്ടപ്പെട്ടിയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ ആവും. അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മൾ പല വീടുകളിലെയും ആളുകളെ നിങ്ങൾ പരിശോധിക്കണം. എന്ത് വരുമാനം? വസ്തുവിന് കൃഷി ചെയ്യാൻ പറ്റൂല. റബ്ബറിന് വിലയില്ല. നാട്ടിലെ ഏതെങ്കിലും വിളയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ പന്നിയുണ്ടല്ലോ, പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പന്നികളെ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും. കാരണം അതിന് വെടിവെക്കാൻ പാടില്ല, വന്യജീവികളെ ഒന്നും ചേരുന്നതാണ്. നമ്മൾ അതിന് വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പന്നികളെ നമ്മൾ തൊട്ടുകൂടാ. ഞാൻ നിലമ്പൂരിൽ ഇലക്ഷന് വർക്ക് ചെയ്തപ്പോൾ ഒരു വനാൻ അതിർത്തിയിലാണ്. എന്റെ ഭാര്യ പറഞ്ഞ അങ്ങോട്ടൊന്ന് പൊക്കളയല് സൈഡിലൊക്കെ നിന്ന് ഒരു ഡാംഡു അടിച്ച് പോകണമെന്ന്. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ അപ്പോഴേ മുങ്ങും. കാരണം 6 മണിക്ക് ഭയങ്കരമായ ഇരുട്ടാകും. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ വന മേഖല ഉള്ളതാണ്. അവിടെ പല ആളുകളെയും കടുവ പിടിച്ചു തിന്ന്, ആന പിടിച്ചു നിന്ന്, പിന്നെ ചവിട്ടിക്കൊന്ന്, അങ്ങനെ ഒരു ദിവസം ഞാനും എന്റെ വണ്ടിയിൽ വരുമ്പോൾ ഒരു റോഡിൽ ഭയങ്കരമായ ഒരു ആനയാണെന്ന് എനിക്ക് തോന്നി. കാരണം മഞ്ഞ് കണ്ടുകൊണ്ട്. പക്ഷെ ഞാൻ സത്യത്തിൽ അടുത്ത് വന്നപ്പോഴാണ് ജയരാജൻ എന്ന് പറഞ്ഞ CPM-ന്റെ ഒരു നേതാവുണ്ടെന്ന്, വലിയ ജയരാജൻ, തടിയൻ ജയരാജനാണ്. അപ്പൊ എന്റെ ഡ്രൈവർക്ക് നേരെ കാഴ്ച കാണാൻ പയ്യനാണ്. അവൻ പറഞ്ഞ്, സാറേ അത് ആനയല്ല, ഏതോ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അയാളും ആനയെ പേടിച്ച് റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്, ഒരു കുടയെ പിടിച്ച്. അപ്പം നമ്മളെ ഈ പറഞ്ഞത്, ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പന്നികളും പെരിച്ചാടികളും അതുപോലെ ആനയും കടുവയും പുലിയും ഇറങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് മനുഷ്യരെ പിടിക്കുകയാണ്. എന്നാൽ ഇവരെ ഈ പുലിയും കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടുമൃഗങ്ങളും സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഇറങ്ങി അവിടെ 2-3 മന്ത്രിമാരാരെങ്കിലും പിടിച്ചിരുന്നെങ്കിലോ നമ്മുടെ ഖജനാവിൽ അത്രയും പൈസ കുറഞ്ഞത്. പാവപ്പെട്ട ആശാ വർക്കർമാര് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഒരു 100 രൂപ ഒരു ദിവസം കൂടണമെന്നേ പറഞ്ഞോളൂ. 100 രൂപ നിങ്ങൾ കൂട്ടിത്താ, 220 രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്തിട്ട് അവരോട് ചർച്ച ചെയ്യാൻ ഒരു സർക്കാരല്ലേ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, രാഷ്ട്രീയം മനസ്സിലാക്കുക. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മൂന്നാറില് തേയിലത്തോട്ടത്തിൽ സമരം നടന്നു. അവിടുത്തെ തമിഴ് സ്ത്രീകളായിട്ടുള്ള, തമിഴും മലയാളവും പറയുന്ന സ്ത്രീകൾ, എന്തായിരുന്നു അവരുടെ പേര്? പെമ്പിളൈ ഒരുമ എന്ന് പറയുന്ന പെമ്പിളൈ ഒരുമ. അതായത് തമിഴ്നാടിന്റെ ബോർഡറും മൂന്നാറും ഒക്കെ വരുന്ന തമിഴും സംസാരിക്കും, മലയാളവും സംസാരിക്കുന്ന പെമ്പിളൈ ഒരുമ എന്ന് പറയുന്ന സ്ത്രീകൾ തൊഴിലാളികൾ സമരം ചെയ്തപ്പം ഉമ്മൻചാണ്ടി അവിടെ എറണാകുളത്ത് അവരെ വാഹനത്തിൽ വരുത്തി അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചു. അത് ആണ് ഉമ്മൻചാണ്ടി.
ആ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്താണ് ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. ഇയാൾ തിരുവനന്തപുരത്ത് ഇവിടെ കടക്കലൊരു ജാഥയായിട്ട് വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നവകേരള ജാഥ. ഇയാൾ വരുന്ന വഴിയിലെല്ലാം നമ്മൾ അമ്മച്ചിമാരെല്ലാം തലയിൽ കൈ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേ മന്ത്രി ചിഞ്ചു റാണി പിണറായി വിജയന്റെ ചെവി പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവത്തിനെ പോലെ കണ്ട് തൊഴാനാണ് ഈ സ്ത്രീകൾ നിൽക്കുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ്? ഈ പാവി തല തെറിച്ചു പോടേ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രികാലമേ തൊഴുന്നവരെ തൊഴുതോണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കൈ വെക്കുമ്പോൾ മന്ത്രി എന്ന് പറയുന്നത് ദൈവത്തിനെ പോലെ തൊഴുതോളും. പക്ഷെ സംഭവം എന്താണ്? മണ്ട തെറിച്ചു പോടേ എന്ന് പറഞ്ഞ് പ്രായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, ആനുകൂല്യം കൊടുക്കും, ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കിത് മാറ്റം ഉണ്ടാക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് ഇവിടെ പഞ്ചായത്തിൽ കോൺഗ്രസ് വേണം, അസംബ്ലിയിൽ കോൺഗ്രസ് വേണം, ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് വേണം. ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു ഒരു വെള്ളാനകളുടെ നാട്ടില് വെള്ളാന വലിക്കുന്ന പോലെ ഒരു ഭരണമുണ്ട്, അവിടെ ഇരിക്കുന്നതുകൊണ്ട്. ഇതൊക്കെ ഞാൻ മഴ വരുന്നതുകൊണ്ട് ദീർഘമായി പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഈ രാഷ്ട്രീയ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. സീരിയല് മാത്രം കണ്ടാൽ പോരാ കേട്ടോ. കുത്തുവിളക്കും നിലവിളക്കൊക്കെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ മക്കളെല്ലാവരും, ഇവിടെയൊക്കെ വലിയ പാടാണ് ജീവിക്കാൻ, എന്നാലും ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് രക്ഷപ്പെട്ട് മക്കളൊക്കെ പഠിച്ച് വളരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നല്ല ഒരു കുടുംബയോഗം, തികച്ചും ഇതൊരു കുടുംബയോഗമാണ്. ഇതാണ് ഏറ്റവും മാതൃകാപരമായ ഒരു കുടുംബയോഗം. ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്തവരെയും ഇത് നന്നായി സംഘടിപ്പിച്ച ഇവിടുത്തെ മെമ്പർ അടക്കം, അതുപോലെ ബിജു അടക്കം, രാഷ്ട്രീയ അടക്കം, ഇവിടെ എല്ലാവരെയും പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ ഉണ്ണി അടക്കം, ഉണ്ണിക്ക് ഏറ്റവും സ്ട്രോങ് ആയ പ്രവർത്തകനാണ്. യാതൊരു ഒരു പ്രതീക്ഷയില്ലാതെ രാവിലെ മുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഉണ്ണി. ഒരു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാത്രി 8 മണിക്കൂർ ഉറങ്ങാനുള്ള ഒരാൾ 2 മണിക്കൂറേ ഉറങ്ങായിരുന്നു. അത്രയ്ക്കും ഇതിൽ പ്രവർത്തിച്ച ആളാണ്. നിങ്ങൾ എല്ലാവരും ഒരു കയ്യടി നൽകി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ചുരുങ്ങി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സന്തോഷ്. ബഹുമാനായ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, ബഹുമാനായ KPC ജനറൽ സെക്രട്ടറി ചെയർമാൻ നസീർ, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരുടെയും പേര് പറഞ്ഞായിട്ട് നിങ്ങൾ കണക്കാക്കുക. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. നസീർക്ക പറഞ്ഞത് തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെയും നമ്മുടെ മുന്നണിയുടെയും ഒക്കെ പ്രധാന ലക്ഷ്യം. നമുക്ക് എണ്ണി പറയാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ 25 വർഷമായി വിളനല്ലൂരെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, അധ്യാപകനാണ്. ഈ 25 വർഷക്കാലത്തിനിടയിൽ ഇത്രമാത്രം ദുരിതം അനുഭവിച്ച ഒരു വർഷം ഈ 5 വർഷമല്ലാതെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ആളുകൾക്ക് വീട് കൊടുക്കാൻ പറ്റത്തില്ല. ലൈഫ് എന്നും പറഞ്ഞൊരു പേരിട്ട് കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യന് നമുക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പഞ്ചായത്തിലെ വിളനല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് 96 പേർക്കാണ് ആകെ 5 വർഷം കൊണ്ട് വീട് കൊടുത്തത്. മറ്റേത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന എന്റെ വാർഡിൽ ഞാൻ 75 വീട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിന് എത്രയോ ആനുകൂല്യം മേടിച്ചു കൊടുക്കും. നമുക്കിന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. പാവപ്പെട്ട മക്കളെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇന്ന് BPL പട്ടികയിൽ നമ്മുടെ ആരുടെയും പേരില്ലാത്ത അവസ്ഥയാണ്. ചികിത്സിക്കുവാൻ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്കെല്ലാം മുമ്പ് ചിപ്പ് വെച്ച ഒരു കാർഡ് തരുമായിരുന്നു. ആ കാർഡ് കൊണ്ടുപോയി നമുക്ക് ആശുപത്രിയിൽ കാണിച്ചാൽ നമുക്ക് സൗജന്യ ചികിത്സ ലഭിക്കുമായിരുന്നു. ഇന്ന് അതിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ക്യാൻസർ ബാധിതരായ ആളുകൾക്ക് ഓരോ മാസവും ഭക്ഷണ കിറ്റ് കൊടുക്കുമായിരുന്നു. ഇന്ന് അതില്ലാത്തൊരവസ്ഥയാണ്. പെൻഷന്റെ കാര്യം പറഞ്ഞു, 3 വർഷക്കാലം. അതുപോലെ തൊഴിലുറപ്പ് എന്ന് പറയുന്നതിനെ ഇത്രമാത്രം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് NMMS ചെയ്യാൻ ഏതെങ്കിലും കുന്നിന്റെ മണ്ടയിൽ 5 കിലോമീറ്റർ നടന്നുപോയി അവിടെ നിന്നുകൊണ്ട് NMMS ചെയ്യണം. പിന്നെ ഈ പാവപ്പെട്ട വയസ്സായ അമ്മമാര് നടന്ന് കഷ്ടപ്പെട്ട് വീണ്ടും പണി സൈറ്റിൽ വരണം. എത്രയോ കാലമായി നമ്മൾ ഈ സർക്കാരിനോട്, പഞ്ചായത്തിനോട്, ബ്ലോക്കിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു, ഈ NMMS സംവിധാനം ഒന്ന് ക്രമീകരിച്ചു തരണം. അവർ ചെയ്യത്തില്ല. കാരണം എങ്ങനെയെങ്കിലും നമ്മൾ ഇത് തൊഴിൽ നിർത്തിപ്പോണം.
ഈ പറയുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വളരെ ദീർഘമായി നിങ്ങളോട് സംസാരിക്കുവാൻ ഇനിയുള്ള അവസരത്തിൽ ഞാൻ സംസാരിച്ചുകൊള്ളാം. വൈകിയ വേളയാണ്, ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും എല്ലിൻ കഷ്ണം എറിഞ്ഞു തന്നിട്ട് ആനുകൂല്യം മേടിച്ചു നമ്മൾ വോട്ട് ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കണം, ഈ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് എന്ത് ഗുണം നമുക്കുണ്ടായി? ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു MLA ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വിഷയത്തിൽ അവർ സജീവമായി കൃത്യമായി ഇടപെടുന്നുണ്ടോ? അവർക്ക് ഏത് കാര്യത്തിലാണ് ഒരു വിഷൻ ഉള്ളത്? ഒരു ഭരണാധികാരിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിൽ ശ്രീമതി ചിഞ്ചു റാണിയുടെ നിലപാട് കൃത്യമായിരുന്നു? ഏത് വികസന പ്രവർത്തനങ്ങളിലാണ് അവരൊരു മാസ്റ്ററായിട്ടുള്ള ഒരു പ്രോജക്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നമ്മുടെ ഏതെങ്കിലും കുടുംബകാര്യങ്ങളിൽ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു തൊഴിൽശാല ആരംഭിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ നാട്ടിലുണ്ടാകുന്ന ജനകീയ വിഷയങ്ങളിൽ അവരൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി? നമ്മളെല്ലാവരും പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ് പോലും ചടയമംഗലം നിയോജക മണ്ഡലം. കടക്കൽ പോയാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തളമായ കടക്കലിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 46 വോട്ട് മാത്രമാണ് ഇടതുപക്ഷം ലീഡ് ചെയ്തത് പാർലമെന്റ് ഇലക്ഷനിൽ. കടക്കൽ അമ്മയുടെ തിരുമുറ്റത്ത്, കടക്കൽ അമ്മയുടെ മണ്ണിൽ അവര് എന്ത് അനാവശ്യവും കാണിക്കുക. ഈശ്വര വിശ്വാസത്തിന്റെ ഏറ്റവും മകുടോദാഹരണമായിട്ടുള്ള കടക്കൽ തമ്പുരാട്ടിയുടെ തിരുമുറ്റത്ത് ഒരാളെ കൊണ്ടുവന്ന് വിപ്ലവ ഗാനം പാടിച്ച് കമ്മ്യൂണിസം പറയുകയാണ്. നമ്മൾ ഈശ്വര വിശ്വാസികൾക്ക് അതൊരിക്കലും പൊറുക്കാൻ പറ്റില്ല. ഈശ്വര ചൈതന്യത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന കടക്കൽ തമ്പുരാട്ടിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത് കാണിച്ചാൽ അവിടുത്തെ ജനം പ്രതികരിക്കത്തില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അതിശക്തമായി നിലപാടെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തഗതി ഇങ്ങനെയായിരുന്നില്ല, കമ്മ്യൂണിസം ഇതായിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് ആരാണ് നല്ലത്? നമ്മുടെ നാടിന്റെ വികസനത്തിന് ആരാണ് നല്ലത്? ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ആ മനുഷ്യന്റെ മഹത്വം നമുക്ക് മനസ്സിലായത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പാവങ്ങളെ സഹായിച്ച, ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിച്ച ആ മനുഷ്യനെ, വന്ധ്യവയോധികനായ മനുഷ്യനെ ഒരു സ്ത്രീയുടെ പേരിട്ട് വേട്ടയാടി ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കി ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം കോൺഗ്രസിനില്ല, അങ്ങനെ ഒരു രീതിയല്ല കോൺഗ്രസിന്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഈ മണ്ഡലത്തിൽ നമുക്ക് പാർട്ടി അത് ശക്തമായി പോകണം. കോൺഗ്രസ് എന്തു തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് വിമർശിക്കുവാനോ പറയുവാനോ അവസരമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചാൽ പിറ്റേന്ന് 51 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ മുഖം നമുക്ക് ഓർമ്മ വരും. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. എവരെ പേടിച്ചു വേണം ജീവിക്കാൻ? എവരുടെ വീട്ടിൽ നിന്ന് സാധനം തരുന്ന പോലാണ് ഇവർ തരുന്നത്. അല്ല, ഞാനും നിങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയുടെ നികുതി പണത്തിന്റെ ഫലമായിട്ടാണ് ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഗ്രാമസഭകളിൽ പോയാൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം. ഗ്രാമസഭകളിലേക്ക് കിട്ടുന്ന അപേക്ഷ നൽകിയാൽ ആ അപേക്ഷയിൽ മേൽ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാക്കുന്ന പദ്ധതി രേഖകളുണ്ട്. ആ പദ്ധതി രേഖകൾ പരിശോധിച്ചാൽ ഒന്നുമില്ല. മൃഗശല്യം തടയാൻ എന്ത് പദ്ധതിയാണ് ഇവർക്ക് കയ്യിലുള്ളത്? വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുവാൻ ഇവരുടെ കയ്യിൽ ഒരു പദ്ധതിയില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വീട് കൊടുക്കാൻ പദ്ധതിയില്ല. ഒരു വീട് മെയിന്റനൻസിന് അപേക്ഷ കൊടുത്താൽ കിട്ടത്തില്ല. പെൻഷന് പേപ്പർ കൊടുത്താൽ 100 കാര്യങ്ങൾ പറയാൻ തള്ളിക്കളയും. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു അറുതി വേണം. നിങ്ങൾ ചിന്തിക്കുക. ഈ പരിപാടി ഗംഭീരമായി സംഘടിപ്പിച്ച പ്രിയമുള്ള മക്കൾ, ഉന്നത വിജയം തേടിയ കുഞ്ഞുങ്ങൾ, അവർ നാടിന്റെ ഭാവിയാണ്, അവർ നാടിന്റെ ഉയർച്ചയാണ്. നിങ്ങളിലാണ് ഈ നാടിന്റെ പ്രതീക്ഷ. നന്മയോടുകൂടി പ്രവർത്തിക്കുവാൻ, സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ കഴിയണം. ഒരു കാര്യം, നിങ്ങൾ ഏത് നിലയിലെത്തിയാലും നിങ്ങളെ പെറ്റു പോറ്റി വളർത്തിയ അമ്മയെയും അച്ഛനെയും മറക്കരുത്. അവർക്ക് വേണ്ടി വേണം നിങ്ങൾ നിലപാടെടുക്കാൻ. അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ വലിയ ഈ നാട് വിട്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടി ഈ നാട് വിട്ടു പോവുകയാണ്. അത് ചെയ്യരുത്. നിങ്ങൾ അതിനൊരു ബദൽ സംവിധാനം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തണം. ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുവാൻ നിങ്ങൾ നിലപാടുകൾ എടുക്കണം. നിങ്ങൾ ഉന്നത വിജയം നേടിയതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും എല്ലാവിധ നന്മയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആദ്യമായി അനുമോദനങ്ങളാണ്. അനുമോദനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യമായി കേരള സംസ്ഥാന സർക്കാർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ശ്രീ സി പ്രതാപ്. ഉപകാരം കൊടുക്കുന്നതിന്
എല്ലാവരും നല്ല കൈയടി കൊടുക്കണേ. KSTP-യിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച ശ്രീമതി RS മിനി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ ശ്രീ സത്യൻ. ഓടി വാങ്ങ ഇരുന്ന മനുഷ്യനാണ്. ശ്രീമതി കസ്തൂർബ. ശ്രീമതി പങ്കജാക്ഷി വന്നിട്ടില്ല. പൂക്കോട് വാർഡ് ശ്രീമതി ഉഷ ബോസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ഈ വിഷയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീമതി സിന്ധു രാജൻ. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മഹേശ്വർ H. ആര്യനന്ദ. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കീർത്തന ബിജു. മെർലിൻ സാം. പിന്നെ ഈ മേടിക്കുന്നവരെല്ലാം തിരിഞ്ഞുകൂടെ നിൽക്കണേ ചേട്ടാ. അങ്ങനെ തിരിഞ്ഞുകൂടെ നിൽക്കണം. അങ്ങോട്ടൊന്ന് മേടിച്ചോ, അങ്ങോട്ട് തിരിഞ്ഞു. നവമി കൃഷ്ണ. അതെ, ശരിക്കും ഇതൊക്കെ അമ്മയ്ക്കാ കൊടുക്കേണ്ടത്. പഠിക്കുന്നവർക്കല്ലേ, പഠിപ്പിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ടല്ലേ. നവമി കൃഷ്ണല്ലേ? മാധവ് മഞ്ചേഷ്. ഇന്ദ്രജിത്ത്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം. അങ്ങനെ ആരോമൽ. തിരിഞ്ഞ് അങ്ങനെ ആരോമൽ. ഗംഗ JS. അവരോട് പഠിച്ചിരിക്കുന്നുണ്ട്. PhD ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അനൂപ് കൃഷ്ണൻ. മക്കളിലൂടെ അമ്മമാർ കൂടി ആദരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. പത്താമത് സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ അവനെന്റെ കുട്ടിയാണ് കേട്ടോ. കൊച്ചിനെ കൂടി കൊണ്ടുപോവാ.
എന്റെ കൊച്ചാണ് ദേശീയ ഗെയിംസിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. സംസ്ഥാന ഗെയിംസിലൊക്കെ കിട്ടി ഇനിയിപ്പോ നാഷണൽ ഗെയിംസിന് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ വാർഡിലാണ്. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നമ്മുടെ വാർഡിന്റെ ഒരു സ്നേഹോപഹാരമായിട്ടാണ് നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഒരു മഴക്കോട്ട് സ്നേഹ സമ്മാനമായിട്ട് ഇവിടെ പാർട്ടി നൽകുന്നത്. അത് ഓരോരുത്തരും വന്നാൽ മതി. വന്നോ, ഓരോരുത്തർ വന്നോ, ലൈനായിട്ട് പോന്നോ, നിങ്ങൾ താമസിക്കണ്ട. അണ്ണനെ ആദ്യം കൊടുക്കുക. എല്ലാരും അതിലേ വരുക, മേടിക്കാൻ പോവുക. ഇപ്പൊ തന്നെ ഇട്ടോളാം. ഇത് മഴ വെറുതെ ഉണ്ട്. പഠനോപകരണമുണ്ട്, ബുക്ക് കൊടുക്കണം. രാജാവിനെ നമ്മളെല്ലാം പിടിക്കുന്നുണ്ട്. ഈ പയ്യനെ ഫ്രണ്ട് ഇവിടെ കയറിയിരുന്നു. ഞാൻ മേലെ കയറിയിരിക്കണം. അടുത്തേ ഒരു മിനിറ്റ് ഈ പുസ്തകം കൂടെ കൊടുത്തോട്ടെ. പഠനോപകരണം അടുത്ത പഠനോപകരണ വിതരണമാണ്. പേര് ശിവ കാർത്തിക്. ഓടി ഓടി വാ. ഓടി വരി. അടുത്ത നന്ദന. വിഘ്നേഷ്. നന്ദന ഓടി വാ. തീർത്ഥ. നന്ദന. നവനീത്. കാർത്തിക്. ഓടി വാ. അക്ഷയ് കുമാർ. അവനെ കൊടു. ഏറ്റ് വാങ്ങാൻ അങ്ങോട്ട് പെട്ടെന്ന്. അടുത്ത ദിയ ശരത്ത്. ശരത്ത്. മാറ്റി കൊടു. ഇല്ല വൈകേഷ്. മഹാദേവ്. അതാ ഒഴിച്ചോടാ. അഖിലാർ നായർ. അപർണ. അമ്മയുടെ കൊടുത്ത മഹാദേവിന്റെ ബുക്കിൽ കൊടുത്താൽ ഇതാരും അറിയാമോ? അപർണ. അത് ഇതിനകത്ത് ഉൾപ്പെടുവോ? പിള്ളേർക്ക് കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ? പോയി വാ. ബുക്ക് കിട്ടാനുണ്ടോ? പിള്ളേർക്ക് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാ? വാ ഇങ്ങോട്ട് വാ. നിനക്ക് നമുക്ക് സപ്ലിക്ക് പോയെന്ന് വാങ്ങിക്കാം. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? കിട്ടാനുള്ളവർ കയറി വരി. ഇനി ആർക്കെങ്കിലും ബുക്ക് കിട്ടാണ്ടോ? ബുക്ക് കിട്ടാനുള്ളവർ വരണേ. എനിക്ക് രണ്ടുള്ളുണ്ട്. എനിക്ക് കിട്ടിയില്ല. രണ്ടുള്ളുണ്ട്. അടുത്ത
രണ്ട് ബുക്ക് കൊടുത്തേ. ബിജു, രണ്ട് ബുക്ക് കൊടുത്തേ. ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കുക. കുടുംബസംഗമം വിളിച്ച് നിങ്ങളെ എല്ലാവരെയും ആദരിക്കപ്പെടണം. ഒരു മിനിറ്റ് തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോഴത്തെ ഒരു പുതിയ പഞ്ചായത്ത് മെമ്പർ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ അവരുടെ പാർട്ടി പരിപാടികളിൽ മാത്രം പങ്കെടുക്കുന്ന ആളുകളായി മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പല സ്ഥാനത്തുകൾ കിട്ടി തൊഴിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് ഇത് രണ്ടും കൂടെയുള്ള വ്യത്യാസം. അത് നിങ്ങൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. അതുപോലെ ഇവിടെ ആദരിക്കേണ്ട കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ രക്ഷകർത്താക്കൾ ഇവിടെ ഉണ്ട്. അവരോട് ഞാൻ ഒരു കാര്യം പറയുക. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ നിങ്ങളുടെ സ്കൂളിന്റെ മുറ്റത്ത് ഒരു സംഘടനക്കാര് വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്ന തരത്തിൽ അവർക്ക് ഇന്ത്യമ്മയും മറ്റ് സുഖ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്ന ആളുകളായി പുറത്തു നിൽക്കുമ്പോൾ അവര് നിങ്ങളെല്ലാവരും ഈ കുട്ടികളെ ചെന്ന് ആദ്യം അവര് വലിയ മേടയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരായിരിക്കും അതിൽ ചേരുന്ന നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. അതുകൊണ്ട് വീടുകളിൽ നിന്നുള്ള നിങ്ങൾ നിർബന്ധമായി പറയണം. സ്കൂളിൽ ചെന്നാൽ കോളേജിൽ ചെന്നാൽ KSUവിൽ ഒരു അംഗം എടുക്കാൻ പറയണം. ആ KSUവിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്ന തീരുമാനം എടുക്കുന്ന ആളുകളല്ല KSUവിന്റെ ആളുകൾ. അത് ഉത്തരവാദിത്തപ്പെട്ട വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് അവിടെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ KSUവിൽ അംഗത്വം എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം പറഞ്ഞു വിടണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. മറ്റാരും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇവിടെ വന്ന് ഈ മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട MM നസീർ അവർക്കും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ PR സന്തോഷ് സാർ അവർക്കും അംഗന്മാർക്കും എല്ലാ സഹോദരിമാർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജയ് ഹിന്ദ്. യോഗ നടപടികൾ ദേശീയഗാനം എല്ലാവർക്കും സതീശേ അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ तव शुभ आशीष माहे गाहे तव जय दादा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂങ്കോട് വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.